ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മുബു ടോക്ക്. ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് BA സെക്കൻഡ് സെമിസ്റ്റർ ജനറൽ ടോപ്പിക് റൈറ്റിംഗ് ഫോർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന ബുക്കിലെ യൂണിറ്റ് 4 എലമെൻറ്റ്സ് ഓഫ് റൈറ്റിംഗ് എഴുത്തിൻ്റെ പല പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ച് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് നമ്മുടെ എലമെൻറ്റ്സ് ഓഫ് റൈറ്റിംഗ് എന്ന ചാപ്റ്ററിലേക്ക് കിടക്കാം. ഡു യു ഫീൽ എനി ഡിഫറൻസ് വെൻ യു റീഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് ലൈക്ക് സ്റ്റോറീസ്, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആൻഡ് എസ്സേസ്? കഥകൾ, ന്യൂസ് പേപ്പർ, ലേഖനങ്ങൾ, എസ്സേകൾ മുതലായ വ്യത്യസ്ത തരം എഴുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നാറുണ്ടോ? ഇത് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ജനറലായ കാര്യത്തെ വിശദമാക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. യെസ്, ഐ ഡു ഫീൽ സം ഡിഫറൻസ്. എനിക്ക് ചില വ്യത്യാസങ്ങൾ തോന്നാറുണ്ട്. സ്റ്റോറീസ് എൻ്റർടൈൻസ്, കഥകൾ നമുക്ക് സന്തോഷം നൽകുന്നു, നമ്മെ രസിപ്പിക്കുന്നു. ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ഗീവ് മീ ഇൻഫോർമേഷൻ. ന്യൂസ് പേപ്പറും ആർട്ടിക്കിളും വിവരം നൽകുന്നു. എസ്സേ മേക്ക് മീ തിങ്ക്. എസ്സേ നമ്മെ ചിന്തിപ്പിക്കുന്നു. വാട്ട് ഈസ് റെറ്ററിക്? റെറ്ററിക് എന്ന് പറഞ്ഞാൽ എന്താണ്? റെറ്ററിക് മീൻസ് പെർസ്യൂസീവ് സ്പീച്ച് ഓർ റൈറ്റിംഗ്. മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രസംഗമോ എഴുത്തോ ആണ് ഇത്. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ഇറ്റ്സ് പോയിൻ്റ് പെർസ്യൂസീവ്ലി. ഇറ്റ് ആൾസോ മീൻസ് ദ സ്റ്റഡി ഓഫ് മെത്തേഡ്സ് എംപ്ലോയ്ഡ് ഇൻ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് എഫക്റ്റീവ്ലി ആൻഡ് പെർസ്യൂസീവ്ലി. മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു എഴുത്താണെന്ന് പറഞ്ഞു. വളരെ ശക്തമായി അത് ഒരു കാര്യം പറയുന്നു. എങ്ങനെ കാര്യങ്ങൾ ശക്തമായും സ്വാധീനിക്കുന്ന തരത്തിലും പറയാം എന്ന് കാണിക്കുന്ന പഠനം കൂടിയാണ് റെറ്ററിക് എന്ന് പറയുന്നത്. നമുക്കറിയാം, റെറ്ററിക് മോഡുകൾ പലതരത്തിലുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, നരേഷൻ ഉണ്ട്, ആർഗ്യുമെൻ്റ് ഉണ്ട്, കമ്പയർ ഉണ്ട്, കോൺട്രാസ്റ്റ് ഉണ്ട്, കോസ് ആൻഡ് ഇഫക്റ്റ് എന്നിവയാണ്. നമുക്കറിയാം, ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തെ വ്യക്തമാക്കുക. ആർഗ്യുമെൻ്റ് നമ്മൊരു വാദമുഖങ്ങൾ അവതരിപ്പിക്കുക. കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക. കോസ് ആൻഡ് ഇഫക്റ്റ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, ദോഷം എന്താണ്, ഗുണം എന്താണെന്നൊക്കെ പറയുക എന്നുള്ളവയാണ് അതിൽ ഉൾപ്പെടുന്നത്. റെറ്ററിക്കിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. റെറ്ററിക്കിൻ്റെ ആദ്യത്തെ കാര്യം ഷേപ്പിംഗ് സ്ട്രാറ്റജീസ് ആണ്. ദർ ആർ മെനി റെറ്റോറിക്കൽ മോഡ്സ് ലൈക്ക് ഡിസ്ക്രിപ്ഷൻ, നരേഷൻ, ആർഗ്യുമെൻറ്റ്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, കോസ് ആൻഡ് ഇഫക്റ്റ്. ദ സ്ട്രാറ്റജീസ് ഫോർ ഡെവലപ്പിംഗ് ദ കോണ്ടന്റ് വിൽ ഡിപ്പെൻഡ് ഓൺ എസ്സേ ടൈപ്പ് ആൻഡ് റെറ്റോറിക്കൽ സ്റ്റൈൽ സൂട്ടബിൾ ഫോർ ഇറ്റ്. റെറ്ററിക് മോഡുകൾ പല വിധത്തിലുണ്ട്. ഡിസ്ക്രിപ്ഷൻ, നരേഷൻ, ആർഗ്യുമെൻറ്റ്, കമ്പയർ, കോൺട്രാസ്റ്റ്, കോസ് ആൻഡ് ഇഫക്റ്റ് എന്നിവയാണവ. ഓരോ എസ്സേയുടെയും വിഷയത്തിനനുസരിച്ചായിരിക്കും അതിന് അനുയോജ്യമായ എഴുത്ത് രീതികളെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ പറയുന്ന രണ്ടാമത്തതാണ് നരേഷൻ. ദിസ് ഈസ് ദ മോഡ് സൂയിറ്റബിൾ ഫോർ റിലേറ്റിംഗ് ഓഫ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ഓർ തോട്ട്സ്. Narratives can be fictional or non-fictional. Even as a child you have heard stories of animal-human relationship. കാര്യങ്ങൾ ഒരു ക്രമത്തിൽ പറയാനും ചിന്തകൾ കാണിക്കാനും പറ്റിയ ഒരു രീതിയാണിത്. നരേറ്റീവ് ഭാവനയിലുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ വസ്തുതകളാവാം. നമുക്ക് അക്കാദമിക് റൈറ്റിങ്ങിനെ ഫിക്ഷണൽ നരേറ്റീവ്, നമുക്ക് എഴുത്തിനെ നരേറ്റീവ്സിനെ ഫിക്ഷണൽ നരേറ്റീവ്സ് എന്നും നോൺ ഫിക്ഷണൽ നരേറ്റീവ്സ് എന്നും തരംതിരിക്കാം. ഫിക്ഷണൽ എന്ന് പറഞ്ഞാൽ നാം സങ്കല്പിക്കുന്ന തരത്തിലുള്ള ഉണ്ടാക്കിയെടുക്കുന്ന, മെനഞ്ഞെടുക്കുന്ന കഥ രൂപങ്ങളാണ്. പക്ഷേ നോൺ ഫിക്ഷണൽ എന്ന് പറഞ്ഞാൽ വസ്തുതകളാണ്, നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഫിക്ഷണൽ എന്ന് പറഞ്ഞാൽ നാം സങ്കല്പിക്കുന്നതാണ്, ഇമാജിനറി തിങ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങൾ എന്താ നോക്കാം. ഷോർട്ട് സ്റ്റോറി, നോവൽ, പിന്നെ ഫോക്ക് ലോർ അഥവാ നാടോടി കഥകൾ, പിന്നെ ഒറേച്ചർ, പാർട്ടിക്കുലറി ഡ്യൂറിങ് പ്രീ ലിറ്ററേച്ചർ ടൈംസ്. അഥവാ ഒറേച്ചർ എന്ന് പറഞ്ഞാൽ വാമൊഴികൾ. അതുപോലെ തന്നെ ഫോക്ക് ലോർ എന്ന് പറഞ്ഞാൽ നാടോടി കഥകൾ. നോവല്ല, ഷോർട്ട് സ്റ്റോറി വായിക്കുന്നതിന് ഉദാഹരണം. ഇതിൽ നോവല എന്ന് പറഞ്ഞാൽ കഥയേക്കാൾ വലുപ്പമുണ്ടാവും, പക്ഷേ നോവലിനേക്കാൾ വലുപ്പം കുറവായിരിക്കും. അതിനെയാണ് നോവല എന്ന് പറയുന്നത്. ഇതാണ് ഫിക്ഷണൽ റൈറ്റിങ്ങിൻ്റെ ഉദാഹരണം. ഈ നോൺ ഫിക്ഷണൽ നെഗറ്റീവിൻ്റെ ഉദാഹരണം ഓട്ടോബയോഗ്രഫി അഥവാ ആത്മകഥ, ബയോഗ്രഫി, ജീവചരിത്രം, ന്യൂസ് റിപ്പോർട്ട് എസ്സേ, ന്യൂസ് പേപ്പർ എസ്സേ, പിന്നെ ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സ്, ചരിത്ര സംഭവങ്ങൾ, റീകൗണ്ട് ഓഫ് ഇൻസിഡൻസ്, സംഭവങ്ങളുടെ ഓർമ്മകൾ,
ടെസ്റ്റിമോണീസ് ഓർ കോൺഫെഷൻസ്, സാക്ഷ്യങ്ങൾ, കുമ്പസാരങ്ങൾ. നെഗറ്റീവ് റൈറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താണ്? ദീസ് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് നെഗറ്റീവ് റൈറ്റിംഗ്. നെഗറ്റീവ് റൈറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ: പ്ലോട്ട്, ദ ഇവൻറ്റ്സ് ദാറ്റ് മേക്ക് അപ്പ് ദ നെഗറ്റീവ് യൂഷ്വലി ടോൾഡ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. കഥയിലെ സംഭവങ്ങൾ സാധാരണഗതിയായി ഒരു ക്രമാനുഗതമായി പറയുക, ക്രമത്തിൽ പറയുക. സെറ്റിംഗ്, ദ ലൊക്കേഷൻ ആൻഡ് ടൈം ഓഫ് ഇവൻറ്റ്സ്. സംഭവം നടന്ന സ്ഥലവും സമയവും. ക്യാരക്ടേഴ്സ്, അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. കോൺഫ്ലിക്റ്റ്, വിപരീത ശക്തികൾ ഉള്ളതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം, അതാണ് കോൺഫ്ലിക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റെസൊല്യൂഷൻ, കോൺഫ്ലിക്റ്റിൻ്റെ അവസാനം ഉണ്ടാകുന്ന പ്രശ്നപരിഹാരം. പോയിൻ്റ് ഓഫ് റിവ്യൂ, കഥ പറയാൻ സ്വീകരിച്ച വീക്ഷണകോൺ, പോയിൻ്റ് ഓഫ് വ്യൂ. ചിലപ്പോൾ ഐ ഉപയോഗിച്ചിട്ടാകാം, ചിലപ്പോൾ ഹി ഉപയോഗിച്ചിട്ടാകാം, ചിലപ്പോൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. എന്ത് പോയിൻ്റ് ഓഫ് വ്യൂ ആണെന്ന് അതിൽ വ്യക്തമാക്കണം. എഴുത്തുകാരൻ്റെ അനുഭവങ്ങളാണ് എഴുതുന്നതെങ്കിൽ ഐ ഓർ മൈ എന്നീ വാക്കുകളാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്ന വാക്കുകൾ ഉപയോഗിക്കണം. നെഗറ്റീവ് എസ്സേയും ഒരു തിസീസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ചുറ്റുമാണ് കറങ്ങുന്നത്. ആദ്യത്തെ പാരഗ്രാഫ് കഥയുടെ സെറ്റിങ്ങും കഥാനായകനെയും അവതരിപ്പിച്ചുകൊണ്ട് വായനക്കാരെ ആകർഷിക്കുന്നു. ബോഡി പാരഗ്രാഫുകൾ പിന്നെ സമയാനുക്രമമായി പറയുക. ബോഡി പാരഗ്രാഫ് ആർ ടു ബി അറേഞ്ച്ഡ് വിത്ത് സെൻസ് ഓഫ് ടൈം. സമയക്രമത്തിൽ പറയണം. ദ മെസ്സേജ് ഷുഡ് ബി ക്ലിയർ ഇൻ ദ ഫൈനൽ പാരഗ്രാഫ്. അവസാന പാരഗ്രാഫിൽ സന്ദേശം ക്ലിയർ ആയിരിക്കണം. ദ മെസ്സേജ് ഷുഡ് ബി ക്ലിയർ ഇൻ ദ ഫൈനൽ പാരഗ്രാഫ്. അവസാന പാരഗ്രാഫിൽ സന്ദേശം ക്ലിയർ ആയിരിക്കണം. മെയിൻറ്റെയിൻ ക്യൂരിയോസിറ്റി ഇൻ ദ റീഡർ. വായനക്കാരൻ്റെ ജിജ്ഞാസ നിലനിർത്തണം, ആശ്ചര്യം. കോൺവെർസേഷണൽ എക്സ്പ്രഷൻ ക്യാൻ ബി യൂസ്ഡ്. സംഭാഷണ രീതി ഉപയോഗിക്കുക. ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഷുഡ് ഹെൽപ്പ് ദ റീഡേഴ്സ് ടു വിഷ്വലൈസ്. ശരിയായ ഭൗതിക വിവരണങ്ങൾ വായനക്കാരനെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ സഹായിക്കും. കോൺഫ്ലിക്ട്സ് ആൻഡ് പ്രോബ്ലംസ് ആർ ടു ബി യൂസ്ഡ് ടു ക്രിയേറ്റ് സസ്പെൻസ് ആൻഡ് ടു ലീഡ് എ ക്ലൈമാക്സ്. കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളും ജിജ്ഞാസ ഉളവാക്കുകയും ഒരു ക്ലൈമാക്സിലേക്ക് നയിക്കുകയുമാണ്. ഇതൊക്കെയാണ് ഒരു നെഗറ്റീവ് റൈറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇനി റെറ്ററിക് സ്റ്റൈലിൻ്റെ രണ്ടാമത്തെ കാര്യം നരേഷൻ പറഞ്ഞു, ഒന്നാമത്തത് സ്ട്രാറ്റജി പറഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഡിസ്ക്രിപ്ഷൻ. ദ വിവരണം അഥവാ ദ ആബിലിറ്റി ടു ഡിസ്ക്രൈബ് പീപ്പിൾ, പ്ലേസസ് ആൻഡ് തിങ്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഇൻ കമ്മ്യൂണിക്കേഷൻ. വ്യക്തികളെയും സ്ഥലങ്ങളെയും സാധനങ്ങളെയും വിവരിക്കാനുള്ള കഴിവ് ആശയവിനിമയത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഇത് ആശയവിനിമയത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. Often we are asked to describe things. If you witness an accident or fight between two people, the police might ask you to describe what you saw. If the person involved in the accident or you fight are not present, the police office might ask you even to describe their appearance. പലപ്പോഴും ചില കാര്യങ്ങൾ വിവരിക്കാൻ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. ഒരു അപകടത്തിനോ ഒരടിപിടിക്കോ നിങ്ങൾ സാക്ഷിയാവുകയാണെങ്കിൽ പോലീസ് നിങ്ങളോട് ചോദിക്കും നിങ്ങൾ കണ്ട കാര്യം വിവരിക്കാൻ. അപകടത്തിലോ അടിപിടിയിലോ ഉൾപ്പെട്ട ആളുകൾ സ്ഥലത്തില്ലെങ്കിലും അവരെ പറ്റിയൊരു വിവരണം നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടെന്നിരിക്കും. ഡിസ്ക്രിപ്ഷൻ ഹാസ് ടു അപ്പീൽ the senses sight, sound, smell, taste, touch. It should create an impression in the listener or reader. It should be vivid and interesting. In descriptive writing, what stands out is attitude of describer to what they describe. So description often contains subjectivity, personal likes and dislikes. വിവരണങ്ങൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശിക്കുന്നതായിരിക്കണം, സ്പർശനാത്മകമായിരിക്കണം. ശ്രോതാവിലോ വായനക്കാരിലോ അത് നല്ല ചിത്രം കോറിയിടണം. രസമുള്ളതും ജീവനുള്ളതും ആയിരിക്കണം വിവരണങ്ങൾ. ഡിസ്ക്രിപ്റ്റീവ് എഴുത്തിൽ വിവരിക്കുന്ന ആളുടെ കാഴ്ചപ്പാടാണ് പ്രധാനം. അതുകൊണ്ട് പലപ്പോഴും എഴുതുന്നയാൾ തൻ്റെ ഇഷ്ടവും അനിഷ്ടവും തൻ്റെ വിവരണത്തിൽ കാണിക്കാറുണ്ട്. വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്? ഒരു ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നാം പറഞ്ഞു അക്കാദമിക് റൈറ്റിങ്ങിൽ നിഷ്പക്ഷമായ വിവരണങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നാം അക്കാദമിക് റൈറ്റിങ്ങിൽ നാം ഒരു ഒബ്ജക്റ്റീവായ കാര്യമായിരിക്കും. അതിൽ നാം എങ്ങനെയാണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഉപയോഗപ്പെടുത്തുക എന്നതാണ് പറയുന്നത്. ഇൻ അക്കാദമിക് റൈറ്റിംഗ് മസ്റ്റ് ഓഫ്റ്റൺ ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ഈസ് എക്സ്പെക്റ്റഡ് ഹിയർ ആസ്
സം ഫീച്ചേഴ്സ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. അക്കാദമിക് റൈറ്റിംഗിൽ നിഷ്പക്ഷമായ വിവരണങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. വിവരണങ്ങളുടെ ചില സവിശേഷതകൾ താഴെ കൊടുക്കുന്നു. ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യു ആർ ആസ്ക്ഡ് ടു റൈറ്റ്, യുവർ എസ്സേ ക്യാൻ ബി ഫുൾ ലെങ്ത് ഡിസ്ക്രിപ്റ്റീവ് ഓർ ഇറ്റ് ക്യാൻ ബി ഇൻ്റഗ്രേറ്റഡ് വിത്ത് അതർ ടൈപ്സ് ഓഫ് റൈറ്റിംഗ്. നിങ്ങളോട് ആവശ്യപ്പെട്ട എസ്സേക്ക് അനുസൃതമായി നിങ്ങളുടെ എസ്സേ മുഴുവനായും വിവരണമായിരിക്കണം, അല്ലെങ്കിൽ മറ്റുതരം എഴുത്തുകളുടെ കൂടെ വിവരണങ്ങൾ കൂട്ടിച്ചേർക്കാം. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഡിസ്ക്രിപ്ഷൻ, സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ്. വിവരണം 2 തരമുണ്ട്, നിഷ്പക്ഷവും വ്യക്തിഗതവും. എ തിസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ക്യാൻ ബി എക്സ്പ്ലിക്റ്റ് ഓർ ഇംപ്ലിക്റ്റ്. വിവരണത്തിലെ തിസിസ് സ്റ്റേറ്റ്മെൻറ്റ് നേരിട്ടുള്ളതാകാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആകാം. അറേഞ്ച് ദ ഡിസ്ക്രിപ്ഷൻ ഇൻ ക്രോണോളജിക്കൽ ഓർ സ്പേഷ്യൽ ഓർഡർ. യു ക്യാൻ ആൾസോ ഓർഡർ തിങ് അക്കോർഡിംഗ് ടു ദയർ ഇമ്പോർട്ടൻസ്. വിവരണം സമയാനുക്രമമോ അല്ലെങ്കിൽ പൊസിഷൻ അനുസരിച്ചോ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രാധാന്യമനുസരിച്ചാകാം, ചിലപ്പോൾ ഇന്ദ്രിയാനുഭവങ്ങളെ ആശ്രയിച്ചുമാകാം. യൂസ് സെൻസറി ഡീറ്റെയിൽസ്. സൈറ്റ്, സൗണ്ട്, സ്മെൽ, ടച്ച്. സെൻസറി ഡീറ്റെയിൽസ് അഥവാ ഇന്ദ്രിയങ്ങളെ തൊട്ടുനിർത്തുന്നതായിരിക്കണം നിങ്ങളുടെ വിവരണങ്ങൾ. യൂസ് ആക്റ്റീവ് വെർബ്സ് ഫോർ ബെറ്റർ ഇംപ്രഷൻ. ശക്തിയുള്ള ക്രിയകൾ ഉപയോഗിക്കുക. ആക്റ്റീവ് ഉപയോഗിക്കുക, പാസീവ് ഉപയോഗിക്കാൻ പാടില്ല. യൂസ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഓൺലി ഇഫ് യു ആർ പെർമിറ്റഡ് ടു ബി സബ്ജക്റ്റീവ്. എഴുത്ത് വ്യക്തിഗതമാണെങ്കിൽ മാത്രം ആലങ്കാരിക ഭാഷ ഉപയോഗിക്കുക. ഇനി റെറ്ററിക് റൈറ്റിങ്ങിൻ്റെ 4ാമത്തെ ഘടകമാണ് ഇല്യൂസ്ട്രേഷൻ. ഇല്യൂസ്ട്രേഷൻ എക്സ്പ്ലെയിൻസ് സംതിങ് വിത്ത് എക്സാമ്പിൾസ്. ഇല്യൂസ്ട്രേഷൻ ഉദാഹരണ സഹിതം കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അവർ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ആൻ എസ്സേ ക്യാൻ ബി ക്ലാരിഫൈഡ് ഇഫ് വി യൂസ് പ്രോപ്പർ എക്സാമ്പിൾസ് ഓർ ഇല്യൂസ്ട്രേഷൻസ്. എസ്സേയിൽ പൊതുവായി നാം പറയുന്ന കാര്യങ്ങൾക്ക് ഉദാഹരണങ്ങളിൽ കൂടി കൃത്യത വരുത്തുന്നു. സിറ്റി അഭിമുഖീകരിക്കുന്ന മാലിന്യ നിർമ്മാർജ്ജനത്തെ പറ്റിയാണ് നിങ്ങൾക്ക് എസ്സേ എഴുതേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാലിന്യങ്ങൾ കുന്നുകൂടുന്നതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് എസ്സേയുടെ കൂടെ ചേർക്കാവുന്നതാണ്. ഇനി രൂപകം എന്താണെന്ന് വിവരിക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ പഠിച്ച ഒരു കവിതയിൽ നിന്നും ഒരു രൂപകം എടുത്തു കാണിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാവുന്നതാണ്. നിങ്ങളുടെ എസ്സേ ജനസംഖ്യയെ പറ്റിയാണെങ്കിൽ നിങ്ങൾക്ക് ചാർട്ടുകളും സ്റ്റാറ്റിക്സും ഉപയോഗിച്ച് നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമാക്കാവുന്നതാണ്. നിങ്ങൾ ആർഗ്യുമെൻറ്റേറ്റീവ് ഓർ പെർസ്യൂസീവ് എസ്സേ എഴുതുകയാണെങ്കിൽ ഉദാഹരണങ്ങളെ നിങ്ങളെ വളരെയധികം സഹായിക്കും. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഇല്യൂസ്ട്രേറ്റീവ് റൈറ്റിംഗ്. ഒരു ഇലസ്ട്രേറ്റീവ് റൈറ്റിങ്ങിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ദ വേർഡ് എക്സാംപ്ലിഫിക്കേഷൻ ഈസ് often used to refer the illustrative writing. When we write essay using exemplification or illustration, we make statements and support them with examples. Here is an example. ഇത്തരം എഴുത്തിനെ സൂചിപ്പിക്കാനായി എക്സാംപ്ലിഫിക്കേഷൻ എന്ന വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇത്തരം എഴുത്തിൽ നമ്മൾ പ്രസ്താവനകൾ നടത്തുകയും ഉദാഹരണങ്ങൾ കൊടുത്ത് അവയെ സമർത്ഥിക്കുകയും ചെയ്യുന്നു. റിറ്ററിക് റൈറ്റിങ്ങിൻ്റെ 5ാമത്തെ കാര്യമാണ് നാം പറയുന്നത് ആർഗ്യുമെൻറ്റേഷൻ അഥവാ വാദഗതികൾ നിരത്തുക. ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് ഈസ് ആൾസോ കാൾഡ് പെർസ്യൂസീവ് റൈറ്റിംഗ്. One of the main objectives of argumentative writing is to persuade the reader to think the way the writer thinks. ഇതിനെ പെർസ്യൂസീവ് റൈറ്റിംഗ് എന്നും വിളിക്കാറുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം വായനക്കാരനെ നിങ്ങൾ ചിന്തിപ്പിക്കുന്ന വിധത്തിൽ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ എഴുതണം. അതിനായി കൃത്യതയോടെയും ലോജിക്കലായും കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. If there is a disagreement between two readers of two different political parties, you may support one. You give an opinion without explaining why say you so. 2 രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരാളെ സപ്പോർട്ട് ചെയ്തേക്കാം. എന്തുകൊണ്ടാണ് പറയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നു? ശരിയായ കാരണം വിശദീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒരു അഭിപ്രായമായി മാത്രം നിലകൊള്ളുന്നു. Some of words that we often come across in argumentative essay are arguments, assertions, proposition, premises and conclusion. An argument is a debatable statement which may or may not be agreed by others. ഇത്തരം എസ്സേകളിൽ നമ്മൾ സാധാരണ കാണുന്ന ചില വാക്കുകളാണ് ആർഗ്യുമെൻറ്റ്സ്, അസേർഷൻസ്,
പ്രൊപ്പോസിഷൻസ്, പ്രമിസസ്, കൺക്ലൂഷൻസ് മുതലായ തർക്ക സാധ്യതയുള്ള ഒരു പ്രസ്താവനകളാണ് ആർഗ്യുമെൻ്റ് ഉദാഹരണം. ഫീച്ചേഴ്സ് ഓഫ് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ്. ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗിൻ്റെ സവിശേഷത: ദ ഓതർ ടേക്സ് എ പൊസിഷൻ ഓർ സ്റ്റാൻഡ് പോയിന്റ് ഇൻ ആൻ ആർഗ്യുമെൻറ്റ്. എഴുത്തുകാരൻ തർക്കത്തിൽ ഒരു നിലപാടെടുക്കുന്നു. ദ തീസിസ് ഇൻ ആൻ ആർഗ്യുമെൻറ്റ് ഈസ് ക്ലെയിം ദാറ്റ് ദ ഓതർ മേക്സ്. എഴുത്തുകാരൻ എടുക്കുന്ന നിലപാടാണ് തീസിസ്. ഓതേഴ്സ് ക്ലെയിം ഈസ് ഓൺലി വൺ സൈഡ്. അനദർ പേഴ്സൺ മേ ടേക്ക് ഓപ്പോസിറ്റ് സൈഡ്. എഴുത്തുകാരൻ്റെ അവകാശം ഒരു ഭാഗം മാത്രമാണ്, വേറൊരാൾ അതിൻ്റെ എതിർഭാഗം വാദിച്ചേക്കാം. ദ എയിം ഓഫ് ആൻ ആർഗ്യുമെൻറ്റ് ഈസ് ടു മേക്ക് ദ റീഡർ അക്സെപ്റ്റ് ദ ഓതേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. ആർഗ്യുമെൻറ്റിൻ്റെ ഉദ്ദേശം വായനക്കാരെ തൻ്റെ ബോധത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ദ ഓതർ ഹാസ് ടു എക്സ്പ്ലെയിൻ വൈ ഹീ തിങ്സ് ഹീ ഈസ് റൈറ്റ്. എഴുത്തുകാരൻ എന്തുകൊണ്ടാണ് തൻ്റെ നിലപാട് ശരിയാണെന്ന് വിശദീകരിക്കണം. എന്തുകൊണ്ടാണ് എൻ്റെ നിലപാട് ശരിയാണെന്ന് എഴുത്തുകാരൻ വിശദീകരിക്കണം. റീസൺസ് ഓഫ് ആർഗ്യുമെൻറ്റ് ഷുഡ് ഹാവ് എവിഡൻസ്. നിലപാടുകൾ ന്യായീകരിക്കാൻ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുകൾ വേണം. ദ ഓതർ ഹാസ് ടു തിങ്ക് ഓഫ് പോസിബിൾ കൗണ്ടേഴ്സ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഡിഫെൻഡ് ഹിസ് പൊസിഷൻ. തൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് വരാൻ സാധ്യതയുള്ള വാദമുഖങ്ങൾക്ക് മറുപടി കൊടുക്കണം. എ ക്ലെയിം ഈസ് നോട്ട് ഫൈനൽ വേർഡ് ആൻഡ് സോ നോട്ട് കാറ്റഗറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ്. ഒരു അവകാശവാദം അവസാന വാക്കല്ല. അതേഴ്സ് മേ റെഫ്യൂട്ട് യുവർ ക്ലെയിം ആൻഡ് ദേ മേ ഹാവ് ദയർ റീസൺ. മറ്റുള്ളവർ നിലപാടുകൾക്കെതിരെയായി നിലകൊള്ളുകയും അവർക്ക് അവരുടേതായ കാരണങ്ങളും കാണും. ഇൻ സബ്ജക്റ്റീവ്സ് ലൈക്ക് ഹ്യൂമാനിറ്റീസ്, വൺ തിങ് ക്യാൻ ബി സീൻ ഫ്രം ഡിഫറെൻറ്റ് ആംഗിൾസ്. എ പോയം മേ ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ് ടു ഹാവ് ഡിഫറെൻറ്റ് പീപ്പിൾ. ഹ്യൂമാനിറ്റീസ് പോലുള്ള വിഷയങ്ങളിൽ ഒരു കാര്യം തന്നെ പല വീക്ഷണ ഗുണങ്ങളിൽ നിന്നും നോക്കിക്കാണാവുന്നതാണ്. ഒരു കവിതയിൽ 5 പേർ 5 വിധ അർത്ഥങ്ങൾ കണ്ടെന്നു വരും. Argumentative writing is the most democratic as it opens up more possibilities for further research. ഏറ്റവും ജനാധിപത്യപരമായ എഴുത്താണ് ആർഗ്യുമെൻറ്റേറ്റീവ് എഴുത്ത്, കാരണം അത് പുതിയ ഗവേഷണങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. റിച്ചറിക്കൽ റൈറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. സാമാന്യതകളും സമാനതകളും വ്യത്യസ്തകളും കൊണ്ടുവരിക. ഇറ്റ് ഈസ് നാച്ചുറൽ ഫോർ പീപ്പിൾ ടു ലുക്ക് ഫോർ സിമിലാരിറ്റീസ് ആൻഡ് ഡിസ്സിമിലാരിറ്റീസ്. Sometimes you will be asked to compare and contrast two things. Sometimes you may be asked only to compare, sometimes only to see the different, but sometimes both. ജനങ്ങൾ സാധാരണയായി സമാനതകളും വ്യത്യാസങ്ങളും വീക്ഷിക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് 2 കാര്യങ്ങളുടെ സമാനതകളും വ്യത്യാസങ്ങളും ചൂണ്ടിക്കാണിക്കാൻ പറയും. ചിലപ്പോൾ സമാനതകൾ മാത്രം ചൂണ്ടിക്കാനായിരിക്കും ചോദ്യം, ചിലപ്പോൾ വ്യത്യസ്തതകൾ മാത്രം ചൂണ്ടിക്കാനായിരിക്കും ചോദ്യം. The main aim of compare and contrast essay is to analyze a subject. Compare and contrast essayയുടെ പ്രധാന ഉദ്ദേശം ഒരു വിഷയത്തെ അപഗ്രഥിക്കുക എന്നുള്ളതാണ്. It does not aim at stating the outward or obvious similarities and differences, but hidden and subtle ones. Thus you compare 2 types of dwelling places like flats and independent houses, or 2 types of factories. പുറമേ കാണുന്ന വ്യത്യസ്തതകളെയും സമാനതകളെയും അല്ല നമ്മൾ പ്രധാനമായി നോക്കേണ്ടത്, പക്ഷേ ഒളിച്ചിരിക്കുന്ന കാര്യങ്ങളെയാണ് നാം കൂടുതൽ നോക്കേണ്ടത്. ചിലപ്പോൾ ഫ്ലാറ്റുകളും പ്രത്യേക വീടുകളും തമ്മിലുള്ള താരതമ്യമായിരിക്കും, അല്ലെങ്കിൽ 2 തരം ഫാക്ടറികളെ പറ്റിയുള്ള താരതമ്യമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. Sometimes the essay is fully comparing and contrasting, but sometimes the comparisons and contrasts are included with some other modes. ചിലപ്പോൾ എസ്സേ മുഴുവൻ താരതമ്യമായിരിക്കും, പക്ഷെ ചിലപ്പോൾ താരതമ്യത്തിൻ്റെ കൂടെ മറ്റു ചില എഴുത്ത് രീതികളും കൂട്ടിച്ചേർത്തു എന്നും വരും. Comparative and contrastive analysis can be done in 2 ways. One way is similarities in one part and dissimilarities in other. The other method is identifying the points to be compared and contrasted and then analyzing each point. The first type has 4 sections. താരതമ്യ അപഗ്രഥനങ്ങൾ 2 വിധത്തിലാകും. ആദ്യത്തേതിൽ സമാനതകൾ ഒരിടത്തും വ്യത്യസ്തതകൾ ഒരിടത്തും ആദ്യത്തേതിൽ സമാനതകൾ ഒരിടത്തും വ്യത്യസ്തതകൾ മറ്റൊരിടത്തും കാണിക്കുന്നു.
രണ്ടാമത്തെ വിധത്തിൽ ഓരോ പോയിൻ്റ് എടുത്ത് താരതമ്യപ്പെടുത്തി എഴുതുന്നു. ആദ്യത്തെ ടൈപ്പിന് 4 വിഭാഗങ്ങളുണ്ട്. ഇൻട്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ കമ്പാരിസൺ ഉണ്ട്, കോൺട്രാസ്റ്റ് ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്. ആദ്യത്തെ രീതി എന്താണെന്ന് ചോദിച്ചാൽ താരതമ്യ അപഗ്രഥനങ്ങൾ 2 വിധത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തേത് സമാനതകൾ ഒരിടത്തും വ്യത്യസ്തതകൾ ഒരിടത്തും കാണിക്കുന്നു. അപ്പോൾ സമാനതകൾ പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ, കമ്പാരിസൺ, കോൺട്രാസ്റ്റ്, കൺക്ലൂഷൻ ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മൾ വ്യത്യസ്തത പറയുമ്പോഴും ഈ 4 കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ രീതിയാണെങ്കിൽ അത് ഒരു വാദം പറഞ്ഞിട്ട് അതിൻ്റെ സമാനതകളും വ്യത്യസ്തതകളും എഴുതുകയാണെങ്കിൽ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. രണ്ടിനും തീസിസ് സ്റ്റേറ്റ്മെൻറ്റും താരതമ്യപ്പെടുത്തേണ്ട പ്രധാന കാര്യങ്ങളെപ്പറ്റി ഒരു സൂചനയായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ നൽകണം. പിന്നെ 1, 2, 3 പാരഗ്രാഫുകളിൽ ഓരോ ഐറ്റത്തിൻ്റെയും സമാനതകളും വ്യത്യസ്തതകളും പറയണം. പിന്നെ കൺക്ലൂഷനിൽ പോയിന്റുകളുടെ രത്നച്ചുരുക്കവും അവസാന അഭിപ്രായവും പറയണം. ഇനി റെറ്ററിക്കൽ സ്റ്റൈലിലെ 7ാമത്തെ കാര്യമാണ് കോസ് ആൻഡ് ഇഫക്റ്റ്. ഇൻ യുവർ ഇൻട്രാക്ഷൻസ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, you often explain the reasons and effect of certain incidents or developments. When you miss the bus, you have reason for it. Its effect is you miss an important lesson in your academic writing. You may require to incorporate cause and effect analysis, even write a whole essay following cause and effect. കൂട്ടുകാരും കുടുംബത്തിലെ മറ്റു അംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും ചില സംഭവങ്ങളുടെ കാരണങ്ങളും അവയുടെ ഫലങ്ങളും കാണിക്കാറുണ്ട്. നിങ്ങളൊരു ബസ് മിസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെതായ കാരണങ്ങൾ കാണും, പക്ഷേ അതിൻ്റെ ഫലം ഒരു പ്രധാനപ്പെട്ട ക്ലാസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. അക്കാദമിക് എഴുത്തിൽ നിങ്ങൾ ഇത്തരം കാരണങ്ങളും ഫലങ്ങളും അപഗ്രഥിച്ച് മറ്റു തരം എഴുത്തുകളുടെ കൂട്ടത്തിൽ എഴുതാറുണ്ട്. ചിലപ്പോൾ മുഴുവൻ എസ്സേയും കാരണങ്ങളും ഫലങ്ങളും കാണിച്ചിട്ടുള്ളതായിരിക്കും. നിങ്ങൾ ബിസിനസ് സ്റ്റഡിയിലെ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രത്യേകതരം കൺസ്യൂമർ ബിഹേവിയറിൻ്റെ കാരണങ്ങളും അതിൻ്റെ ഫലങ്ങളും കാണിച്ച് ഒരു എസ്സേ എഴുതാൻ ആവശ്യപ്പെടുന്നിരിക്കും. ഫീച്ചേഴ്സ് ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എസ്സേ. കോസ് ആൻഡ് എഫക്റ്റ് എസ്സേയുടെ സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ, ദീസ് എസ്സേ ഡിമാൻഡ് ആൻഡ് എൻക്വയറി ഇൻ ടു ദ റീസൺസ് ഫോർ സംതിങ് ആൻഡ് ഇറ്റ്സ് എഫക്റ്റ്. ദിസ് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഈസ് ആൾസോ കാൾഡ് കാഷ്വൽ അനലൈസിസ്. ഇത്തരം എസ്സേകൾ ഒരു കാര്യത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുകയും അതിൻ്റെ ഫലങ്ങളെപ്പറ്റി പറയുകയും ചെയ്യണം. ഇത്തരം എഴുത്തിനെ കാഷ്വൽ അനലൈസിസ് എന്നും പറയുന്നുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഈസ് ആൾസോ കോൾഡ് കാഷ്വൽ അനലൈസിസ്. ഇത്തരം എഴുത്തുകളെ കാഷ്വൽ അനലൈസിസ് എന്നും പറയുന്നു. എ കോസ് ഓഫ് എഫക്റ്റ് എസ്സേസ് ഡീറ്റെയിൽഡ് വിത്ത് കോസസ്, എഫക്ട്സ് ഓർ ബോത്ത് ഓഫ് ആൻ ഇഷ്യൂ, എ ഫിനോമിനൻ ഓർ ആൻ ഇവൻറ്റ്. ഇത്തരം ഒരു എസ്സേ കാണിക്കുന്നത് കാരണങ്ങൾ, ഫലങ്ങൾ, ഒരു ഇഷ്യൂ, ഒരു പ്രതിഭാസം, ഒരു സംഭവം എന്നിവയെക്കുറിച്ചാണ്. അപ്പോൾ കോസ് ആൻഡ് ഇഫക്റ്റ് എസ്സേ എന്ന് പറയുന്നത് കാരണങ്ങളും പിന്നെ ഫലങ്ങളും ഒരു ഇഷ്യൂവും അതിൻ്റെ പ്രതിഭാസവും സംഭവങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു എസ്സേയാണ്. അതാണ് ഇതിലെ ഇത്തരം കാര്യങ്ങളാണ് ഒരു കോസ് ആൻഡ് എഫക്റ്റ് എസ്സേയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. റിറ്ററിക് സ്റ്റൈലിലെ 8ാമത്തെ കാര്യമാണ് ഡെഫിനിഷൻ, നിർവചനം. എ ഡെഫിനിഷൻ ഈസ് എ വേ ഓഫ് എക്സ്പ്ലെയിനിങ് എ വേർഡ് ഓർ ഫ്രൈസ്. ഒരു വാക്കിനെയോ ഒരു പ്രയോഗത്തെയോ വിവരിക്കുവാനാണ് നിർവചനം നാം ഉപയോഗിക്കുന്നത്. ദ വേർഡ് മേ റെഫർ ടു ആൻ ഒബ്ജക്റ്റ്, ആൻ ഐഡിയ, എ കൺസെപ്റ്റ്, എ ടൈപ്പ് ഓഫ് പേഴ്സൺ, എ പ്ലേസ് ഓർ എ ഫിനോമിനൻ. ആ വാക്ക് ഒരു സാധനമോ ആശയമോ പ്രത്യേകതരം വ്യക്തിയോ ഒരു സ്ഥലമോ ഒരു പ്രതിഭാസമോ ആയിരിക്കും. ഇൻ കോളേജ് എക്സാംസ് ആൻഡ് അസൈൻമെൻറ്റ്സ് യു മേ ഗെറ്റ് ക്വസ്റ്റ്യൻസ് ലൈക്ക്. കോളേജ് പരീക്ഷകളിലും അസൈൻമെൻറ്റുകളിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കിട്ടിയേക്കാം. റെസ്പോൺസസ് ടു ദീസ് യൂഷ്വലി എ പാരഗ്രാഫ് ആർ എക്സാമ്പിൾസ് ഫോർ ഡെഫിനിഷൻ. ഒരു ചെറിയ പാരഗ്രാഫിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതാണ് നിർവചനത്തിൻ്റെ ഉദാഹരണം. സംടൈംസ് സച്ച് ക്വസ്റ്റ്യൻസ് നീഡ് ഫുൾ എക്സൈസ് as answers. In some context you may need only a short sentence to define something. ചിലപ്പോൾ അത്തരം ചില ചോദ്യങ്ങൾക്ക് നീള എസ്സേ ഉത്തരം വേണ്ടിവരും. ചില സന്ദർഭങ്ങളിൽ ഒരു ചെറിയ വാചകം കൊണ്ടും ചിലതൊക്കെ നിർവചിക്കേണ്ടതുണ്ട്. When you write an essay on self-help groups in Tamil Nadu, you may have start explaining the term
ഹെൽപ്പ് ഗ്രൂപ്പ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഇൻ തമിഴ്നാട് എന്നതിനെ പറ്റി ഒരു എസ്സേ എഴുതുകയാണെങ്കിൽ സെൽഫ് ഹെൽപ്പ് എന്താണെന്ന് നിർവചിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു എസ്സേ തുടങ്ങാം. ജനറൽ ഇൻസ്ട്രക്ഷൻ ഫോർ റൈറ്റിംഗ് ഡെഫിനിഷൻ, നിർവചനം എഴുതാൻ ചില നിർദ്ദേശങ്ങൾ. അണ്ടർസ്റ്റാൻഡ് ദ ഓഡിയൻസ്, ഓഡിയൻസിനെ മനസ്സിലാക്കുക. ആൻഡ് ഒബ്ജക്റ്റീവ് ട്യൂൺ ഈസ് ഓൾവേസ് ബെറ്റർ, നിഷ്പക്ഷമായ ഒരു ട്യൂൺ ആണ് ഏറ്റവും നല്ലത്. എ ടേം മൈറ്റ് ഹാവ് ബീൻ ഡിഫൈൻഡ് ബൈ മെനി പീപ്പിൾ ഓർ യു ആർ മേ ബി മേക്കിംഗ് ഓൺ ഡെഫിനിഷൻ. ചിലപ്പോൾ നിങ്ങൾ ഒരു വാക്കോ പ്രയോഗമോ വേറെ പലരും നിർവചിച്ചു കാണും. ചിലപ്പോൾ നിങ്ങൾ സ്വന്തം നിർവചനമായിരിക്കും കൊടുക്കുന്നത്. മറ്റുള്ളവരുടെ നിർവചനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആരുടേതാണെന്ന് പറയണം. പിന്നെ ഒരു വാക്ക് നിർവചിക്കുമ്പോൾ അല്പം പശ്ചാത്തല വിവരണങ്ങൾ കൊടുക്കുന്നത് സഹായകരമായിരിക്കും. ആ വാക്ക് പറ്റിയതാണോ, ആരാണ് ഇത് ആദ്യമായി ഉപയോഗിച്ചത് എന്നൊക്കെ പറയുന്നത് വളരെയധികം നല്ലതായിരിക്കും. ചില വാക്കുകൾക്ക് വിവിധ സന്ദർഭങ്ങളിൽ വിവിധ അർത്ഥങ്ങൾ കണ്ടെന്നിരിക്കും. അതിന് കൾച്ചർ എന്ന വാക്കിന് നരവംശാസ്ത്രത്തിലും സാഹിത്യത്തിലും കൃഷിയിലും മെഡിസിനിലും വെവ്വേറെ അർത്ഥങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് ഒരു വാക്ക് നിർവചിക്കുമ്പോൾ സന്ദർഭത്തിന് യോജിച്ചതാണെന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നെ സാധിക്കുന്നിടത്തൊക്കെ ഡിക്ഷണറി അർത്ഥം കൊടുക്കണം. പിന്നെ വാക്കിൻ്റെ ഉത്ഭവത്തെ പറ്റി അറിയാൻ ശ്രമിക്കണം. പിന്നെ ഉദാഹരണങ്ങളും കൊണ്ടുവരണം. റിറ്ററിക് സ്റ്റൈലിലെ പ്രധാനപ്പെട്ട 9ാമത്തെ കാര്യമാണ് പ്രോസസ് അനലൈസിസ്. യു ആർ ഫെമിലിയർ വിത്ത് ദ റൈറ്റിംഗ് സ്റ്റൈൽ ഇൻ കുക്ക് ബുക്സ്, ഇൻസ്ട്രക്ഷൻസ് മാനുവൽസ്, self-help books and user guides. They all explain processes. A process analysis explains how something happens or works or how to do something. കുക്കറി ബുക്കുകളിലും ഇൻസ്ട്രക്ഷൻ മാനുവലുകളിലും സെൽഫ് ഹെൽപ്പ് ബുക്കുകളിലും യൂസർ ഗൈഡുകളിലും ഒക്കെ കൊടുത്തിട്ടുള്ള എഴുത്ത് രീതികൾ നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ. അവയെല്ലാം തന്നെ ചില പ്രക്രിയകളെ വിവരിക്കുന്നു. അവ കാണിക്കുന്നത് ഒരു സാധനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നോ ഒരു സാധനം എങ്ങനെ ഉണ്ടാക്കാം എന്നതൊക്കെയാണ്. അതിൽ ആദ്യത്തേത് വിവരണങ്ങൾ തരുന്നു, രണ്ടാമത്തേത് നിർദ്ദേശങ്ങൾ തരുന്നു. ഒരു പ്രോസസ് അനലൈസിസ് എസ്സേയിൽ കാര്യങ്ങൾ പടിപടിയായി എങ്ങനെ ചെയ്യണം എന്ന് കാണിക്കുന്നു. സാധാരണ തേർഡ് പേഴ്സണിലാണ് വിവരങ്ങൾ തരുന്ന കാര്യങ്ങൾ പറയുന്നത്. നിർദ്ദേശങ്ങളിൽ വായനക്കാരോട് എന്ത് ചെയ്യണം എന്ന് പറയുകയാണ് ഒരു പ്രോസസ് അനലൈസിസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് റിറ്ററിക്കിൻ്റെ പ്രധാനപ്പെട്ട 10ാമത്തെ ഘടകം ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ. നാം ഇതിനെ വർഗീകരിക്കുക, പല പല ഘടകങ്ങളാക്കി മാറ്റുക ഒരു വിഷയത്തെ എന്നുള്ളതാണ്. The UGC courses offered by your college are classified as BA, BSc, Bcom, and each one is divided further based on major subject. If you have several poems, essays, fictional works, and plays to analyze, how would you approach them? Naturally, you will list the works into the categories based on genre. Sometimes you may further subdivide them into sub-genres. Thus, poems fall under groups like lyrics, sonnet, and elegies. Fiction works can be grouped as short stories, long stories, novel. Such groupings will help you to manage things better. ഇതിൽ പറയുന്നത് നിങ്ങളുടെ കോളേജിലുള്ള UGC കോഴ്സുകൾ BA, BSc, Bcom എന്നിങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ടാകും. അവയിൽ ഓരോന്ന് BA സോഷ്യോളജി, BA ഇംഗ്ലീഷ്, BA ഹിസ്റ്ററി എന്നൊക്കെ പിന്നെയും തിരിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് പല കവിതകളും എസ്സേകളും നോവലുകളും ഡ്രാമകളും ഒക്കെ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്? സാധാരണയായി നിങ്ങൾ ഗ്രൂപ്പ് അനുസരിച്ചും സബ് ഗ്രൂപ്പ് അനുസരിച്ചും വേർതിരിക്കും. അങ്ങനെ വരുമ്പോൾ കവിതകൾ, ലിറിക്കുകൾ, സോണറ്റുകൾ, എലിജികൾ എന്നിങ്ങനെ വിവിധ തരങ്ങളിലേക്കാക്കുന്നു. ഫിക്ഷൻ ആണെങ്കിൽ ചെറുകഥകൾ, നീണ്ടകഥകൾ, ചെറു നോവലുകൾ അഥവാ നോവലുകൾ എന്നിങ്ങനെ പല വേർതിരിവുകളും നടത്തും. അങ്ങനെ വേർതിരിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കാൻ സാധിക്കും. ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ ക്ലാസിഫിക്കേഷനുള്ള പൊതുനിർദ്ദേശങ്ങൾ. ദാറ്റ് ഐറ്റംസ് to be classified should share some common characteristics. ക്ലാസിഫൈ ചെയ്യാനുള്ള ഐറ്റങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങൾ പൊതുവായി ഉണ്ടായിരിക്കണം. ഡിസൈഡ് ദ ക്രൈറ്റീരിയൻ ഓർ സ്കീം ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ മാനദണ്ഡം എന്തെന്ന് നിശ്ചയിക്കണം. എക്സാമ്പിൾസ് ആൻഡ്
എക്സ്പ്ലനേഷൻസ് ആർ ടു ബി ഗിവൺ ഫോർ ഈച്ച് കാറ്റഗറി. ഓരോ കാറ്റഗറിക്കും വിശദീകരണങ്ങളും ഉദാഹരണങ്ങളും കൊടുക്കണം. മെൻഷൻ വാട്ട് യു ആർ പ്ലാനിങ് ടു ക്ലാസിഫൈ ഇൻ ദ ഇൻട്രൊഡക്ഷൻ. ആമുഖത്തിൽ തന്നെ എന്താണ് ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് എന്ന് കാണിക്കണം. ദിസ് വിൽ സെർവ് ആസ് തിസീസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഒരു തിസീസ് സ്റ്റേറ്റ്മെൻറ്റായി ഉപയോഗിക്കാം. Transition words like the first type, the second type and the third type etc. can be used in place of to type. We can also use kind or class. ഇതിൽ ഉപയോഗിക്കുന്ന ട്രാൻസിഷൻ വാക്കുകളാണ് the first type, the second type, the third type എന്നൊക്കെ. ഇതിൽ നമ്മൾ ഫസ്റ്റ് ടൈപ്പ്, തേർഡ് ടൈപ്പ്, സെക്കൻഡ് ടൈപ്പ് ഒക്കെ എന്നൊക്കെ പറയും. ടൈപ്പിന് പകരം കൈൻഡ് എന്നും ക്ലാസ് എന്നും ഉപയോഗിക്കാവുന്നതാണ്. കൂടുതലായി ക്ലാസ് എന്നും കൈൻഡ് എന്നുമൊക്കെയാണ് നാം കൂടുതലായി ഉപയോഗിക്കുന്നത്. ടൈപ്പും കൂടുതലായി ഉപയോഗിക്കാറുണ്ട്. നാം ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ: റെറ്ററിക് എന്ന വാക്കിൻ്റെ അർത്ഥം ആശയവിനിമയം ശരിയായി നടത്താൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മാർഗമാണ് റെറ്ററിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെറ്ററിക്കിൻ്റെ സാധാരണ രീതികളാണ് ഡിസ്കഷൻ, പെർസ്വേഷൻ ആൻഡ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്, കോസ് ആൻഡ് ഇഫക്റ്റ്, ഡിഫൈനിങ് ആൻഡ് ക്ലാസിഫൈങ്. ഇതൊക്കെ ചർച്ച ചെയ്തു. സംഭവങ്ങൾ അവയുടെ ക്രമത്തിൽ പറയാൻ നരേറ്റീവ് മോഡാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യം. ക്രമത്തിൽ പറയാൻ നരേറ്റീവ് മോഡാണ് നാം കൂടുതലായി ഉപയോഗിക്കുന്നത്. എഴുത്തുകാരൻ്റെ സ്വ അനുഭവങ്ങൾ ഒരു നരേറ്റീവ് എസ്സേയിൽ കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ആയിരിക്കും അത്തരമൊരു എസ്സേയിലെ ഉള്ളടക്കം. ഇത്തരം എസ്സേകളിൽ ഞാൻ എന്നൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. വിവരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ അഥവാ കാഴ്ച, ശ്രവണം, മണം, രുചി, സ്പർശം എന്നിവയെ തൊട്ടുണർത്തുന്ന തരത്തിലുള്ളതായിരിക്കണം വിവരണം. വിവരണങ്ങൾ നിഷ്പക്ഷമോ വ്യക്തിഗതമോ ആവാം. ഇലസ്ട്രേഷൻ ഉദാഹരണ സഹിതം കാര്യങ്ങൾ വിവരിക്കുന്നു. ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിങ്ങിനെ പെർസ്വേസീവ് റൈറ്റിംഗ് എന്നും വിളിക്കുന്നു. ഇവിടെ എഴുത്തുകാരൻ വായനക്കാരനെ തൻ്റേതായ രീതിയിൽ ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്നു. എഴുത്തുകാരൻ എങ്ങനെയാണ് എഴുതുന്നത് അതേ തരത്തിൽ തന്നെ വായനക്കാരനെ ചിന്തിപ്പിക്കാൻ ശ്രമിക്കും. ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേകൾ തെളിവ് കൊടുത്തുകൊണ്ടാണ് വായനക്കാരനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേകളിൽ തർക്കസാധ്യതയുള്ള പ്രസ്താവനകളായിരിക്കും. ഇതിൽ പ്രമിസുകളും കൺക്ലൂഷൻസും ഉണ്ടാകും. ഒരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേയിൽ സമാനതകളും വ്യത്യസ്തതകളും പ്രതിപാദിക്കുന്നു. എ കോസ് ആൻഡ് എഫക്റ്റ് എസ്സേയിൽ ഒരു സംഭവത്തിൻ്റെയോ ഒരു പ്രശ്നത്തിൻ്റെയോ ഒരു പ്രതിഭാസത്തിൻ്റെയോ കാരണങ്ങളും ഫലങ്ങളുമാണ് കാണിക്കുന്നത്. ഡെഫിനിഷനിൽ ഒരു വാക്കിനെയോ ഒരു പ്രയോഗത്തിനെയോ വിവരിക്കുന്നു. ഒരു പ്രക്രിയ വിവരിക്കുന്നത് ഒരു സംഭവം എങ്ങനെ നടക്കുന്നു എന്നോ ഒരു സാധനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യുന്നത് എന്നോ കാണിക്കാനാണ്. ക്ലാസിഫിക്കേഷൻ്റെയും ഡിവിഷൻ്റെയും ഉദ്ദേശം വിശാലമായ വിഷയങ്ങൾ ചെറുഭാഗങ്ങളായിട്ട് തരംതിരിക്കാനും അത് വായനക്കാർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നാം നമ്മുടെ ഫോർ ചാപ്റ്ററായ ഈ പാഠം നാം ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ആവശ്യമായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ചാപ്റ്ററുകൾ നെക്സ്റ്റ് വീഡിയോകളിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്.